Hi dear students, good evening all. Audible ആണോ? അതെ മിസ്സേ. Audible ആണ്. എന്തെങ്കിലും distractions എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഓക്കെയാണ്. Okay. അപ്പോൾ വെൽക്കം ഓൾ യു ടു ടൂസ് അക്കാഡമി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് എക്സാമിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു ആശങ്ക എന്താണ്? കാരണം ഒരുപാട് അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു രീതിക്കല്ല ഈ പ്രാവശ്യത്തെ നെറ്റ് എക്സാം വരാനായിട്ട് പോകുന്നത്. എന്താണ് ബേസിക്കലി നിങ്ങൾ കണ്ടിട്ടുള്ള വെരി ഫസ്റ്റ് ചേഞ്ച് എന്താണ്? ആരെങ്കിലും ഒരാൾ പറയോ? എന്താണ് ഈ പ്രാവശ്യത്തെ നെറ്റ് എക്സാമിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ മാറ്റം എന്താണ്? നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ അതോ ഇതിനു മുമ്പ് നെറ്റ് എക്സാം എഴുതിയിട്ടുള്ളവരാണോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ട് മിസ്സേ. ഓക്കെ. നമ്മള് ഈ പ്രാവശ്യം നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇതുവരെ ഒരു CBT മോഡൽ എക്സാമിനേഷൻ ആയിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരുന്നു. അത് ഈ പ്രാവശ്യം വീണ്ടും നമ്മുടെ പഴയ രീതിയിലേക്ക് OMR രീതിയിലേക്ക് തന്നെ വരുവാണ് എന്നൊരു മാറ്റമാണ് നമ്മൾ ആദ്യമായി കേട്ടത് അല്ലേ. എനിക്ക് തോന്നുന്നു 2017, 18 ആ കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും CBT മോഡൽ എക്സാമിനേഷൻ ആയിട്ട് നെറ്റ് എക്സാം മാറിയിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് 2023 വരെയുള്ള പരീക്ഷകളെല്ലാം തന്നെ CBT മോഡലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇത് എഡ്യൂക്കേഷൻ ടൈംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു ചെറിയ എഡ്യൂക്കേഷന്റെ ഒരു സെക്ടർ പേജും കൂടി ഉണ്ട്. അതിനകത്ത് ഈ പ്രാവശ്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇനി ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള പരീക്ഷയായിരിക്കത്തില്ല, ഒരു സിംഗിൾ ഡേ എക്സാം ഫോമാറ്റ് ആയിരിക്കും UGC നെറ്റിന് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഏതൊക്കെ സബ്ജക്റ്റിനാണോ 1,00,000 കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് ആ ടെസ്റ്റുകളെല്ലാം തന്നെ OMR മോഡിലായിരിക്കും. ഏതൊക്കെ സബ്ജക്ട്സിനാണോ 1,00,000 താഴെ ആപ്ലിക്കൻസ് ഉള്ളത് അതെല്ലാം ഓൺലൈൻ മോഡുമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയത്തില്ല ഇനി എന്തൊക്കെ ചേഞ്ച് വരും എന്നൊന്നും അറിയത്തില്ല. നേരത്തെ നിങ്ങൾക്കറിയാം ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമിനേഷൻ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 16 ഷിഫ്റ്റ് ആയിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിംഗ് ഷിഫ്റ്റ്. പക്ഷെ ഇനി അങ്ങനത്തെ വലിയ രീതിക്കുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വെരി ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇത് തന്നെയാണ്. CBT മോഡൽ എക്സാമിനേഷൻ മാറുന്നു എന്നുള്ളൊരു വാർത്തയാണ്. പക്ഷെ നമുക്ക് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് CBT മോഡൽ എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം കഴിയുന്ന ഒരു ടൈം വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് വീണ്ടും വായിച്ചു നോക്കി ആൻസേഴ്സ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു. പക്ഷെ ബബ്ലിങ്ങിലാവുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരത്തില്ല. പിന്നെ നമ്മള് CBT മോഡലിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ കോംപ്രിഹെൻഷൻ പാസേജ്, അതേപോലെ ഡേറ്റ അനാലിസിസ് പാസേജുകൾ, ഡേറ്റ അനാലിസിസ് ടേബിൾസ് ഒക്കെ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാൻ. കാരണം അതിൻ്റെ അകത്ത് ടോപ്പ് ഭാഗത്തായിട്ട് നമ്മുടെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. സൈഡ് ഭാഗത്താണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ആൻസേഴ്സ് അറ്റംപ്റ്റഡ്, നോട്ട് അറ്റംപ്റ്റഡ്, മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്ഥലം അവിടെ ഉണ്ടാവും. പിന്നെ നമുക്കുള്ള ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ ആ ഒരു ചെറിയൊരു സ്പേസ് മാത്രമാണ്. അപ്പൊ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത് ഫുള്ള് നമ്മള് ആൻസർ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നില്ല CBTയില്. അപ്പൊ അതിന് പകരം നമ്മുടെ കയ്യിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് OMR വരുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇതെല്ലാം കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ടൈം കൺസ്യൂമിങ്, നമുക്കൊരു CBT മോഡലിൽ ഒരു 10-15 മിനിറ്റ് സ്ക്രോളിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മുടെ സമയം കുറെ വേസ്റ്റ് ആകാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ പറയുന്ന OMRൽ ഉണ്ടാവില്ല, കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷെ നമുക്ക് ഈ ആൻസേഴ്സ് മാർക്ക് ഫോർ റിവ്യൂവിന് വെക്കാനും വീണ്ടും വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റി നമ്മൾ ഓപ്ഷൻസ് മാറി കുത്തിയാൽ അത് കറക്റ്റ് ചെയ്യാനും പിന്നെ ബബ്ലിംഗ് എറേഴ്സ് ഒന്നും നമ്മുടെ CBT മോഡലിൽ വരത്തില്ലായിരുന്നു. അപ്പൊ ഇതാണ് ഈ പ്രാവശ്യം വരാനായിട്ട് പോകുന്ന ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് PSC പരീക്ഷകളിൽ ഒക്കെ എഴുതുന്നവർക്കാണ് ഇപ്പോ ഈ പറയുന്ന OMR രീതിക്ക് പരിചയം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും OMR അത്ര ബബിൾ ചെയ്തിട്ടോ ഫസ്റ്റ് ടൈം ഒക്കെ എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മുടെ ഓൺലൈനിൽ കയറി നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ OMR ഷീറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് ബബിൾ ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഏത് പെൻ യൂസ് ചെയ്ത് ബബിൾ ചെയ്യുമ്പോഴാണ് ആ ഒരു ടിപ്പും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ ബബ്ലിങ്ങിന്റെ സ്പീഡ് കൂട്ടാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെ ഈ പ്രാവശ്യത്തെ നെറ്റ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് കൂടി വരുന്നത്? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രാവശ്യം തൊട്ട് നെറ്റ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണെന്നല്ലേ? കൂടി വരുന്നത് എന്താണ്? നേരത്തെ നെറ്റ് എക്സാമിനേഷന് രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് യു ആർ എലിജിബിൾ ഫോർ ദ GRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്. ബോത്ത് GRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് നമുക്ക് GRF കിട്ടും, നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് എലിജിബിൾ ആകുകയും ചെയ്യും. ആൻഡ് സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യു ആർ എലിജിബിൾ ഫോർ ദ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഓൺലി. രണ്ട് രീതി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വൈ യു ആർ ക്വാളിഫൈഡ് ഫോർ നെറ്റ് എക്സാമിനേഷൻ. പക്ഷെ ഈ പ്രാവശ്യം അത് മാറിയിട്ട് മൂന്ന് കാറ്റഗറി വരികയാണ്. ഫസ്റ്റ് വൺ ഇസ് GRF കിട്ടി കഴിയുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് GRF ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ട്, നമ്മൾ PhD ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആയി. സെക്കൻഡ് വൺ ഇസ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നമുക്ക് എലിജിബിലിറ്റി കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിനും കൂടെ എലിജിബിൾ ആകുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നമ്മൾ PhD ചെയ്യാനും കൂടെ എലിജിബിൾ ആകുന്നുണ്ട്. ആൻഡ് ദ തേർഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ലീസ്റ്റ് കട്ട് ഓഫിൽ നമുക്ക് PhD ചെയ്യാനുള്ള എലിജിബിലിറ്റി മാത്രം തന്നുകൊണ്ടാണ് തേർഡ് ക്രൈറ്റീരിയ വരുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ്, അവിടെ നമുക്ക് നെറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ യെസ് വി ആർ ക്വാളിഫൈഡ്, പക്ഷെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യത ഇല്ല. നമുക്ക് തേർഡ് കാറ്റഗറി ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ അവിടെ ജസ്റ്റ് PhD ചെയ്യാനുള്ള നമുക്കൊരു എൻട്രൻസ് എക്സാമിനേഷൻ പോലെ കൺസിഡർ ചെയ്യാനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം പല യൂണിവേഴ്സിറ്റികളിൽ, MG യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, എല്ലാ യൂണിവേഴ്സിറ്റികളിലും എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള PhD എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ക്രൈറ്റീരിയ വരുന്നതോടുകൂടി അത് എന്താ പറയാ, അതിന് പിന്നെ വാലിഡിറ്റി ഇല്ലാണ്ടാകുകയും അത് ക്യാൻസൽ ആക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലേ, നമ്മുടെ ഇപ്പൊ ചൂടൻ ചർച്ച നടക്കുകയാണ്. NEP എന്ന് പറയുന്ന ഒരു 2020 വന്നിട്ടുള്ള NEP പറയുന്ന 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാക്കുമോ? 4 വർഷ ഡിഗ്രി കോഴ്സുകളാക്കിയാൽ ഇനി എത്ര വർഷമാണ് PG കോഴ്സസ് ഉണ്ടാകുക? PG കോഴ്സസ് 2 വർഷം തന്നെ ഉണ്ടാകുമോ? 2 വർഷത്തെ BEd കോഴ്സുകൾ ഉണ്ടാകുമോ? അങ്ങനെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്, അതിനെക്കുറിച്ച് ഇന്നും പല കാര്യങ്ങൾക്കും നമുക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷെ എന്തായാലും ഈ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ തൊട്ട്, ഇനി വരുന്ന അപ്കമിങ് അക്കാഡമിക് ഇയർ തൊട്ട് NEPയുടെ പോളിസീസ് നമ്മൾ ആപ്ലിക്കബിൾ ആക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇനി വരുന്ന പരീക്ഷകളിൽ ഈ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും നെറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മളുമായിട്ട് മത്സരിക്കാൻ പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. പെർസെന്റൈൽ രീതിക്കൊക്കെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്നവരുടെ മാർക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഒരു എലിജിബിലിറ്റി, നമ്മുടെ ഒരു നെറ്റ് എക്സാം പാസ്സാകുന്നതിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നത്, ഈ പരീക്ഷയ്ക്ക് അത്രയും പ്രാധാന്യം കൂടി വരികയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നേരത്തെ ഈ എക്സാം ക്വാളിഫൈഡ് ആകുക എന്നാണ് നമ്മൾ എന്താ പറയാ, ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് പിന്നെ നമുക്കറിയാം ഈ 4 ഇയർ ഡിഗ്രി കോഴ്സസ് വരുമ്പോ അവർക്ക് ഒരുപാട് എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും നമ്മുടെ ഒരു സെറ്റപ്പിൽ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഡിഗ്രി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ നമ്മൾ പഠിച്ചു തീർക്കുക എന്ന കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ ഒരുപാട് എക്സിറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് കാരണം ഇവർക്ക് സബ്ജക്ട്, ഇപ്പൊ കൊമേഴ്സ് എടുക്കുന്നെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യപ്പെട്ട സബ്ജക്ട്സിലേക്ക് സ്വിച്ച് ചെയ്യാം, എക്സാം എങ്ങനെ വേണമെങ്കിലും എഴുതിയെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിലവിലെ സിലബസിലെ കാര്യങ്ങളിലും ചേഞ്ച് വന്നിട്ടില്ല, നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ല. അപ്പോ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് ശ്രമിക്കാം അല്ലെ? കാരണം നമുക്ക് ആലോചിച്ച് നോക്കിയേ, ഈ മാറ്റങ്ങളുടെ കൂടെ സിലബസ് മാറി നെഗറ്റീവ് മാർക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും ഈ അവസാന നിമിഷം വെള്ളം കുടിച്ചു പോയേനെ. അപ്പോ അങ്ങനത്തെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ജൂൺ 16 തീയതിയാണ് എക്സാം. 180 മാർക്കിന്റെ എക്സാമിനേഷൻ ഉള്ളത്. ഏകദേശം 3 മണിക്കൂറാണ് ഈ എക്സാമിനേഷൻ ഉള്ളത്. പേപ്പർ 1നും പേപ്പർ 2നും ഇടയിൽ ബ്രേക്ക് ഇല്ല. നിങ്ങൾക്ക് ഈ മൂന്ന് മണിക്കൂർ, 3 വർഷം എന്നാ പറഞ്ഞു തോന്നുന്നു അല്ലെ? അല്ല, 3 മണിക്കൂർ എന്ന് പറയുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. പേപ്പർ 1ന് 1 അവർ എടുക്കാം, പേപ്പർ 2ന് 2 അവർ എടുക്കാം. പേപ്പർ അങ്ങനെ ഇടയിൽ ബ്രേക്ക് ഇല്ല. നേരത്തെ ഒരു സമയത്ത് പേപ്പർ 1നും 2ഉം ഒന്നിച്ചും പേപ്പർ 3 ഉച്ച കഴിഞ്ഞുമായിരുന്നു. അപ്പൊ ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ ഈ വരുന്ന സിസ്റ്റത്തില് അന്നത്തെ OMR രീതിയിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ബ്രേക്ക് ഒന്നും പറയുന്നില്ല. പിന്നെ പേപ്പർ 1ന്റെ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. 50 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ച്
50 ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. പേപ്പർ 2 എന്ന് പറയുന്നത് 200 മാർക്ക് 100 ചോദ്യങ്ങൾ, ടോട്ടൽ 300 മാർക്കിലാണ് നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് വരുന്നത്. ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഒരു 40% ഓഫ് മാർക്ക് ക്വാളിഫൈ ആകാൻ മതിയാകും. പക്ഷെ ഓരോ പ്രാവശ്യത്തെ കട്ട് ഓഫുകളും പെർസെന്റൈലുകൾക്കും ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾ ചോദിക്കാം. നമുക്ക് മിസ്സേ ആ. മിസ്സേ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ എഡ്യൂക്കേഷൻ ഇപ്പം ഞാനാണെങ്കിൽ നെറ്റ് എടുത്തേക്കുന്ന എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണ്. ഇപ്പം പേപ്പർ 1ന്റെ ആണല്ലോ ക്രാഷ് കോഴ്സ്. അതെ അതെ ഞാനാണെങ്കിൽ എന്റെ സബ്ജക്റ്റ് നെറ്റ് അല്ല കൊടുത്തേക്കുന്നത്, എഡ്യൂക്കേഷൻ നെറ്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം സബ്ജക്ട് നെറ്റ് നല്ല പാടാണ്. ഞാൻ ഇന്നവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ തൽക്കാലം എനിക്ക് കിട്ടാൻ ഇച്ചിരി കൂടെ എളുപ്പം തോന്നുന്നതെന്ന് എല്ലാവരും പറഞ്ഞ എഡ്യൂക്കേഷൻ നെറ്റ്. ഞാനിപ്പോ MD ചെയ്യുന്ന സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ നെറ്റ് പാസ് ആവുകയാണെങ്കിൽ നമുക്ക് എല്ലാ കോളേജിലും കിട്ടുമോ, അതോ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോളേജിൽ മാത്രമേ കിട്ടത്തുള്ളൂ? എഡ്യൂക്കേഷൻ നെറ്റ് നമ്മുടെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ കോളേജുകളില്ലേ, അവിടെയായിരിക്കും നമുക്കൊരു എലിജിബിലിറ്റി വരും. നമ്മൾ ഏത് കോഴ്സാണ്, നമ്മൾ ഏതാണോ സബ്ജക്ട് നമ്മൾ ക്വാളിഫൈഡ് ആകുന്നത് അതുമായിട്ട് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ആക്കുവല്ലേ, പണ്ടത്തെ BSc മാറി BSc B.Ed എന്നുള്ള രീതിയിലാക്കാം. അപ്പൊ അങ്ങനത്തെ കോളേജിൽ കിട്ടുമോ എൻട്രൻസ്? നമുക്ക് അതിനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോടാ, കാരണം കരിക്കുലം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, സിലബസുകൾ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ കേൾക്കുന്നതേ ഉള്ളൂ B.Ed ഇന്റഗ്രേറ്റഡ് ആക്കുമെന്ന് കേൾക്കുന്നുള്ളൂ, PG ഒരു വർഷമാക്കി കുറയ്ക്കുമെന്ന് നമ്മൾ കേൾക്കുന്നതേ ഉള്ളൂ. നമുക്കിതിനെ കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണകൾ വന്നിട്ടില്ല. പക്ഷെ അവിടെയാണെങ്കിലും നമ്മൾ സബ്ജക്ട് പഠിപ്പിക്കാൻ നമ്മൾ എലിജിബിൾ ആകുന്നില്ലല്ലോ. അപ്പൊ ഈ പേപ്പർ 1 എന്നൊക്കെ പറയുമ്പോ ഈ കേറ്റിട്ടും സെറ്റും ഒക്കെ ഞാൻ സെറ്റ് വരെ പാസ്സായത്. അപ്പം സെറ്റിനകത്തൊക്കെ ഉള്ള പല കോമൺ ക്വസ്റ്റ്യൻസ് ഈ പേപ്പർ 1-നകത്ത് ഉണ്ടാവുമായിരിക്കുമല്ലോ. നമ്മുടെ ഇതിന്റെ സിലബസ് കണ്ടിരുന്നോ? നമ്മുടെ നെറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ എന്താ പറയാ, നമ്മുടെ സെറ്റ് എക്സാമിന്റെ സിലബസിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, സെറ്റ് എക്സാമിന്റെ സിലബസിനകത്ത് സൈക്കോളജി ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് കയറി വരുന്നത്. കറണ്ട് അഫയേഴ്സ്, അങ്ങനത്തെ പിന്നെ കുറച്ച് മാത്തമാറ്റിക്സ്, കുറച്ച് ഇംഗ്ലീഷ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കയറി വരുന്നത്. പക്ഷെ അതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ, കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ UGC നെറ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള ഒരു ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിരുന്നു. ഇപ്പോഴാണല്ലോ അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ മാറ്റിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് ഇവർ കാണുന്ന ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് റിസർച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആണ്. അപ്പൊ റിസർച്ചിനൊക്കെ നമ്മുടെ റിസർച്ചിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് നമ്മുടെ കേറ്ററ്റിലോ സെറ്റിലോ വരുന്നില്ല. അപ്പൊ നെറ്റിന്റെ പേപ്പറിനകത്ത് ഒരുപാട് റിസർച്ചിന് അങ്ങനെ പിന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കയറി വരുന്നുണ്ട്. പിന്നെ IT എൻവിയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു 10 മേഖലയിൽ സ്പ്രെഡായി കിടക്കാം നമ്മുടെ സിലബസ്. അപ്പൊ ആ ഒരു നമുക്ക് പിന്നെ മിസ് ഈ പേപ്പർ 1 ഈ മാസവും ഈ മെയ് മാസവും പിന്നെ ജൂൺ 16 ആയിരിക്കുമല്ലോ. ജൂൺ 16 എങ്ങാണ്ടല്ലേ ഡേറ്റ്? അപ്പൊ ഈ ഒരു മാസം കൊണ്ടൊക്കെ ഈ പേപ്പർ 1 പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ? അത്രേ ഉള്ളൂ. 10 മൊഡ്യൂളല്ലേ ഉള്ളൂ. അല്ല, അപ്പൊ അതിനകത്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ടോ പഠിക്കാൻ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല നമുക്ക് ഈ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് എന്താ പറയുക, ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും സബ്ജക്റ്റിനകത്ത്. അതൊന്നും നമുക്കൊരു 3-4 മാസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത് ഓക്കെ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ്, ഇത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസിന് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കൊരു 75 to 80% ഓഫ് പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു 75 to 80 അല്ലെങ്കിൽ ഒരു എബോവ് 60 നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. 60% ഓഫ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും.
പിന്നെ നിങ്ങളും ആ കൂടെ ഞങ്ങളുടെ കൂടെ പഠിച്ചു പോരണം. അതാണ് ചെയ്യേണ്ട കാര്യം. അല്ല മിസ്, ഒരുപാട് നോട്ട് ഒരുപാട് എഴുതാനുണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഈ നോട്ട് എഴുതുന്ന കേസ് ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ്സിലാണെങ്കിലും മാധു മിസ് എടുക്കുന്ന ക്ലാസ്സിലാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് ഈ നോട്ട്സ് എല്ലാം നമുക്ക് വാട്സപ്പ് മുഖേന നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ആദ്യത്തെ ഒരു ആവേശം ഉണ്ടല്ലോ, നമ്മൾ ആ ആദ്യത്തെ ആവേശത്തിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതും. അപ്പൊ നമ്മൾ വർണ്ണ മനോഹരമായ കുറെ പേനകളും പേപ്പേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇത് എഴുതും. പക്ഷെ എഴുതി കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ കൂടുമ്പോ ഫോട്ടോ കോപ്പി എടുത്താൽ മതി. നമ്മുടെ ക്ലാസ് കേൾക്കുക, പഠിക്കുക, അതിന്റെ ഓർമ്മയിൽ നിന്ന് വരുന്ന കാര്യം നിങ്ങളുടെ സ്വന്തം നോട്ട്ബുക്കിൽ സ്ക്രിബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു സെൽഫ് ആയിട്ടുള്ള നോട്ട്ബുക്ക് ഉണ്ടാവുമല്ലോ. ആ സെൽഫ് ആയിട്ടുള്ള നോട്ട്ബുക്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് ഏതായിരുന്നു? സ്റ്റെപ്സ് ഓഫ് റിസർച്ചിന്റെ ക്ലാസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 8-10 സ്റ്റെപ്പ് ഉണ്ട് അതിനകത്ത്. അപ്പൊ നമ്മൾ ഒരു പേജ് എടുത്തിട്ട് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്ന് നമ്മൾ ആ ക്ലാസ്സിന്റെ PDF കണ്ടുകൊണ്ടും എഴുതരുത്, നോട്ട്സ് നോക്കിക്കൊണ്ടും എഴുതരുത്. നമ്മൾ വളരെ സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് ക്ലാസ് കേൾക്കുക. ക്ലാസ് കേട്ടതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ആ 10 പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാകും. ആ ഓർമ്മയിൽ നിന്നും ആ 10 പോയിന്റ് എഴുതി വെക്കുക. ചിലപ്പോൾ നമുക്ക് അതിനകത്ത് 6ാമത്തെ പോയിന്റോ 7ാമത്തെ പോയിന്റോ വിട്ടുപോയാൽ വീണ്ടും ക്ലാസ് പോയി കേൾക്കുക, അതവിടെ ഫില്ല് ചെയ്ത് വെക്കുക. അത് മതി. അപ്പൊ നമ്മൾ ഈ 10 പോയിന്റ് അവിടെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ റിവിഷൻ സമയത്ത് വീണ്ടും ഈ എൻറ്റയർ ക്ലാസ്സും കേൾക്കാൻ പോകണ്ട, ഈ എൻറ്റയർ PDF നോക്കാൻ പോകണ്ട. നമ്മുടെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ കുഞ്ഞു നോട്ട് നോക്കിയാൽ മതി. ഒരുപാട് എഴുതി സമയം കളയരുത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, നമ്മുടെ ഒരു കോച്ചിങ്ങിന്റെ പാറ്റേണും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ്ങിന്റെ രീതികളെ കുറിച്ചിട്ടൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. അതിനെ കുറിച്ചിട്ട് മാധു മിസ് പറയൂ കേട്ടോ. ഹലോ, കേൾക്കുന്നില്ലേ മിസ്സേ? കേൾക്കുന്നുണ്ട്. ഓക്കെയാണ്. നമ്മളിന്ന് സിലബസ് ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചിട്ടേക്കാട്ടോ, ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കാനുള്ളതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അഞ്ജലി മിസ്സും ഞാനും കൂടിയിട്ടാണ് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നത്. അതിൽ മിസ് നേരത്തെ പറഞ്ഞു 10 യൂണിറ്റിൽ മിസ് എടുക്കുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ്. ഞാൻ എടുക്കുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, ഡാറ്റ എൻട്രി, ഇത്രയും സെക്ഷൻസ് ആണ്. മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. നിങ്ങൾ ഡെമോ അറ്റൻഡ് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പ് മുഖേന റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അഞ്ജലി മിസ്സിന് 3 ക്ലാസ്സസ് ഉണ്ടായിരിക്കും, എനിക്ക് 2 ക്ലാസ്. അതായത് വീക്കിലി ടോട്ടൽ 5 ക്ലാസ്. അതിൽ 3 ദിവസം അഞ്ജലി മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും, 2 ദിവസം എൻ്റെ ക്ലാസ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് നമ്മൾ ഇടുന്നത്. ഈവനിങ്ങിലായിരിക്കും നമ്മൾ ആപ്പിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കറസ്പോണ്ടിങ് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടും നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും സെൻഡ് ചെയ്തെടുക്കും. നേരത്തെ മിസ് പറഞ്ഞിരുന്നു, ആപ്പിൽ നിന്ന് നമുക്കിപ്പോൾ ആ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ നോട്ട്സ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നെങ്കിൽ പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ ഒക്കെ ആക്കിയിട്ട് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ചാറ്റ് എങ്ങാനും ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോട്ടൊന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ പറയുകയാണ് ഈ നോട്ട്സ് ഒക്കെ ഒന്നുകൂടി സെൻഡ് ചെയ്ത് തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ എല്ലാവർക്കും കൂടി സെൻഡ് ചെയ്ത് തരുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ നോട്ട്സ് എല്ലാം സേവ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പിന്നെ അടുത്തത് ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വീക്കിലി നമുക്കൊരു ലൈവ് ഉണ്ടായിരിക്കും. നമ്മൾ ഏത് പോർഷനാണ് എടുത്തത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ലൈവിൽ നിങ്ങൾ എഴുതുക കേട്ടോ. അതുപോലെ ആ വീക്കിലെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റ് നമ്മൾ മൺഡേ ആയിരിക്കും അസൈൻ ചെയ്യുക. വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ അറിയിച്ചേക്കാം. അപ്പോൾ നമ്മൾ ആ വീക്കിൽ എന്തൊക്കെ പോർഷൻസ് ആണ് എടുത്തത് ആ പോർഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ്. ഓക്കെ, മോക്ക് ടെസ്റ്റ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലായി എന്ന് സ്വയം വിലയിരുത്താനായിട്ട് മോക്ക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത്, അതുപോലെ ചിലപ്പോൾ അസൈൻമെന്റ്സ് തരും. ഇപ്പോൾ മാത്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത്രത്തോളം അത് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്.
പിന്നെ എന്തായാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡൗട്ട് മിസ് എടുക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡൗട്ട് മിസ്സിന് മെസ്സേജ് ചോദിക്കുക. അതുപോലെ തന്നെ മാത്സിന്റെ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഡൗട്ടുകൾ എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുക. പിന്നെ നമ്മുടെ മാത്സ് ആണ് സംഭവം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻസിലായിട്ടുള്ള ഡൗട്ട് വരിക. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണോ ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്കൊന്ന് അയക്കുക കേട്ടോ. എന്നിട്ട് ഡൗട്ട് ചോദിക്കുക. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് തരാനായിട്ട് സൗകര്യമായിരിക്കും അത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ മിസ്? ഇല്ല മിസ്സേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മൾ ചിലപ്പോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുവാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്ത് തരാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോർഷൻസ് എല്ലാം ഇട്ടിട്ട് പോകും. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു പഠനം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അതായത് ഇപ്പൊ നമ്മളൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു കാര്യം സംഭവിച്ചു. ആ കാര്യം സംഭവിച്ചതിന്റെ പേരിൽ ഞാൻ എന്റെ പഠിത്തം മാറ്റിവെച്ചേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ മാറ്റിവെക്കാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും പാതി വഴിക്ക് നിരാശ വന്നിട്ടോ കുറെ പോർഷൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോയി കഴിയുമ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ മതി നിർത്തിയേക്കാം, ഞാനിപ്പോ ഒരുപാട് പിറകിലായെന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. മുന്നോട്ടേക്ക് പോവുക. അതിന് നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ ചോദിക്കുക. ഞങ്ങളാൽ പറ്റുന്ന ഹെൽപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നാളെ തൊട്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ലീവ് ചെയ്തോട്ടെ. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ മനസ്സിൽ എന്തായാലും ഉറച്ചൊരു വിശ്വാസം ഉണ്ടാകണം. പരീക്ഷ വരെ ഞാൻ ഇതിനു വേണ്ടി പൊരുതും, നേടിയെടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ടേക്ക് പോവുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.